ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം, നാം കൊടുക്കുന്നത് ദൈവത്തിന് സ്വീകാര്യമാകാൻ 7 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ഒത്തിരി നൽകുന്നവരായിരിക്കാം, ഒരുപാട് നൽകാത്തവരായിരിക്കാം. ഇങ്ങനെയുള്ള വ്യത്യസ്ത ഗണത്തിൽപ്പെടുന്ന വ്യക്തികളെ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് നമ്മൾ കൊടുക്കുന്നവരാണെങ്കിൽ പോലും ആ കൊടുക്കുന്നത് ദൈവത്തിന് സ്വീകാര്യമാകണം, പ്രീതികരമാകണമെങ്കിൽ ചില കാര്യങ്ങൾ കൊടുക്കുമ്പോൾ പോലും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ 2 ഗണം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. കൊടുക്കാൻ കടപ്പാടൊന്നും ഇല്ലായിരുന്നെങ്കിലും കൊടുക്കാൻ മനസ്സ് കാണിച്ച ഒരു ഗണത്തെ കാണാൻ പറ്റും. രണ്ടാമത്തെ ഗണം കൊടുക്കേണ്ടിയിരുന്നത് കൊടുക്കാൻ കടപ്പാടുണ്ടായിട്ട് കൊടുക്കാതിരുന്ന വ്യക്തികൾ. ഇനി ഈ 2 കൂട്ടർക്കും സംഭവിച്ചത് എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ ഗണത്തെ നമുക്ക് കാണാം. കൊടുക്കാൻ അവർക്ക് കടപ്പാടൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അവര് കൊടുക്കാൻ മനസ്സ് കാണിച്ചു. മത്തായി 20-ാം അധ്യായം, മുന്തിരിത്തോട്ടത്തിന്റെ ഉപമ. അവസാനം വന്ന് 1 മണിക്കൂർ ജോലി ചെയ്ത ആൾക്ക് 1 ദനാറ കൊടുക്കാനുള്ള കടപ്പാടൊന്നും ഉടമസ്ഥനില്ലായിരുന്നു. പക്ഷേ ആ ഉടമസ്ഥൻ ചെയ്തൊരു കാര്യം അവർക്കും കൊടുക്കാൻ പറഞ്ഞു, 1 ദനാറ. എന്താ കാരണം? അവർക്ക് ആ 1 ദനാറ കിട്ടിയെങ്കിലേ ഉള്ളൂ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, അന്നത്തെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ചെയ്ത ജോലിയുടെ അളവല്ല നോക്കിയത്, അവരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് കൊടുക്കുന്ന ഒരു രംഗം. കടപ്പാടുണ്ടായിട്ടല്ല, പക്ഷേ ദൈവത്തോടുള്ള സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹം അതുമൂലം കൊടുക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്നുണ്ട് ലൂക്കാ 10:25 മുതൽ വായിക്കുമ്പോൾ, നല്ല സമറായൻ. ഇനി അവന്, സമറായക്കാർക്ക് ആ ഒരു ബാധ്യതയൊന്നും ഇല്ലായിരുന്നു ഒരു യഹൂദനെ, മുറിവേറ്റവനെ അവനെ സംരക്ഷിക്കാൻ. പക്ഷെ നമ്മൾ കാണുകയാണ്, ശത്രുത കാര്യങ്ങളെല്ലാം മറന്നിട്ട്, വ്യത്യാസങ്ങളെല്ലാം മറന്നിട്ട് മുറിവേറ്റവനാണ്. അവനിപ്പോൾ ഒരു സഹായം വേണം. അവനെ കൊണ്ട് ഈ സത്രത്തിലാക്കി അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ആ സമറായക്കാരൻ, നല്ല സമറായക്കാരൻ എന്ന് അവൻ അറിയപ്പെടുകയും ചെയ്തു. കടപ്പാടുണ്ടായിട്ടല്ല, സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ടും അവന് ദൈവത്തെ മാനിച്ചതുകൊണ്ടും മനുഷ്യരെ മാനിച്ചതുകൊണ്ടും അവൻ ചെയ്തൊരു കാര്യം. രണ്ടാമത്തെ ഗണത്തെ നമുക്ക് കാണാൻ സാധിക്കും, കൊടുക്കേണ്ടത് പോലും കൊടുക്കാതിരിക്കുന്നവർ. കൊടുക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, കൊടുക്കത്തില്ല. അവരുടെ മനസ്സിന്റെ പ്രവർത്തനം ആ രീതിയിലായിരിക്കാം. യാക്കോസ്ലീഹ 5-ാം അധ്യായം 4 മുതൽ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, വേല ചെയ്തവന് കൂലി കൊടുക്കാതിരുന്നത്. വേല ചെയ്തവന് കൂലി കൊടുക്കുക എന്നുള്ളത് കടപ്പാടാണ്, അത് നമ്മുടെ കടമയാണ്. അത് നിറവേറ്റാതിരുന്ന വ്യക്തി, ഞാനോട് പറഞ്ഞത്, നീ നിന്റെ ഹൃദയത്തെ കൊഴുപ്പിക്കുന്നത് കൊലയുടെ ദിവസത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുമ്പോൾ അതുമൂലം നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ഭവിഷ്യത്ത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ലൂക്കാ 16:19 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താ? ലാസറും അതുപോലെ തന്നെ ധനവാനും. ധനവാന്റെ തെറ്റെന്തായിരുന്നു? അവന് ചെയ്യാമായിരുന്ന വളരെയേറെ കാര്യങ്ങളുണ്ടായിരുന്നു, അത് അവൻ ചെയ്തില്ല. ഇനി തന്മൂലം നരകാഗ്നി അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ അധ്യായത്തിൽ നമുക്ക് ധനികനെ കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 11:24-25 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരാൾ ഉദാരമായി കൊടുക്കുന്നു, അവൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റൊരാള് കൊടുക്കേണ്ടത് പോലും കൊടുക്കാതെ പിടിച്ചു വെക്കുന്നു, അവൻ്റെ ദാരിദ്ര്യം ഒരിക്കലും തീരത്തില്ല. ആ ഒരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഏത് ഗണത്തിൽ നാം പെടണം എന്നുള്ളത് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അപ്പസ്തോല പ്രവർത്തനം 16:6 മുതൽ 8 വരെയുള്ള വചനഭാഗം എടുത്താൽ അതിൻ്റെ കാതലായ ഒരു സന്ദേശമുണ്ട്. എന്തെങ്കിലും കൊടുത്താൽ പോരാ, ദൈവം പറയുന്നത് കൊടുക്കണം. എപ്പോഴെങ്കിലും കൊടുത്താൽ പോരാ, ദൈവം പറയുന്ന സമയത്ത് കൊടുക്കണം. എവിടെയെങ്കിലും കൊടുത്താൽ പോരാ, കർത്താവ് ആവശ്യപ്പെടുന്നിടത്ത് കൊടുക്കണം. ഏഷ്യായിലേക്ക് പോകാൻ ആഗ്രഹിച്ച പൗലോസിന് കിട്ടിയ ഒരു നിർദ്ദേശം, നോ, അവിടെ അവൻ പോയില്ല. മറ്റ് സ്ഥലങ്ങളും പെർമിഷൻ ഇല്ലാതിരുന്നത് കൊണ്ട് പോയില്ല. അപ്പോഴാണ് മക്കതോണിയക്കാർ അവനെ ക്ഷണിക്കുന്നതായിട്ട് അവൻ സ്വപ്നത്തിൽ കണ്ടു. അതിന് തടസ്സമൊന്നുമില്ലായിരുന്നു. അവൻ അവിടെ പോയി അതിവിശിഷ്ടമായ ശുശ്രൂഷ ചെയ്തു. അവിടെ നമ്മൾ നൽകുമ്പോഴാണേലും ദൈവത്തോട് ചോദിക്കണം, ഞാൻ എന്ത് കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം. കർത്താവ് പറയുന്ന അനുസരിച്ചാണ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് അത് ദൈവത്തിന് സ്വീകാര്യമാവുക. അവസാനമായിട്ട് നമ്മൾ കാണുന്നത്, നമുക്ക് ആർക്ക് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വചനഭാഗം നമുക്ക് എടുക്കാം. പ്രഭാഷകൻ 7-ാം അധ്യായം 29 മുതൽ. ആ വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട വചനഭാഗമാണ്. 7 ഗണത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 1, ദൈവത്തിന് കൊടുക്കണം. 7-ാം അധ്യായം 29-ാമത്തെ വചനം പറയുന്നതാണ്, ദൈവത്തിന് കൊടുക്കുക. അത് എങ്ങനെ കൊടുക്കണം? പൂർണ്ണ ഹൃദയത്തോടെ. അതില്ലാതെ കൊടുത്താൽ ദൈവത്തിന് അത് പ്രീതികരമാകണമെന്നില്ല. പൂർണ്ണ ഹൃദയത്തോടും സന്തോഷത്തോടും കൂടെ ദൈവത്തിന് കൊടുക്കണം. മർക്കോസ് 12:30
സുപ്രധാന കൽപ്പന എന്ന് പോലും പറഞ്ഞിരിക്കുന്നത് അതാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്നേഹിക്കുക. അതാണ് ദൈവത്തിന് കൊടുക്കുക, പൂർണ്ണതയിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യമാണ് പുരോഹിതന് കൊടുക്കുക. പ്രഭാഷകന്റെ പുസ്തകം 7:29. പുരോഹിതന്മാരെ ബഹുമാനിക്കുക. അതാണ് ഈ വചനഭാഗം തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണുക. 1 സാമുവേൽ 2-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പുരോഹിതന്റെ പങ്ക്. ഇനി അതിൽ സംതൃപ്തരാകാതെ ആർത്തി പൂണ്ടപ്പോൾ ഏലിക്കും മക്കൾക്കും ആ പുരോഹിത വംശത്തിനുണ്ടായ ആ വിപത്ത് അത് ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ഗലാത്യർ 6:6 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അധ്യാപകന് അധ്യാപകന്റെ പങ്കുണ്ട്. പുരോഹിതന്മാർ അവര് നിങ്ങളുടെ അധ്യാപകരാണ്, അതുകൊണ്ട് അവരുടെ പങ്ക് കൊടുക്കുക. മൂന്നാമത്തേതാണ് ശുശ്രൂഷകർക്ക് കൊടുക്കാൻ ദൈവത്തിന്റെ വചനം നിർദ്ദേശിക്കുന്നത് കാണാൻ പറ്റും. പ്രഭാഷകൻ 7:30 ആ ഒരു വചനം ഇതാണ് നമ്മെ ഓർമ്മിപ്പിക്കുക. ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. 1 കൊരിന്തോസ് 9:14 പറഞ്ഞിട്ടുണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നവർ സുവിശേഷം കൊണ്ട് ഉപജീവനം കണ്ടെത്തണം. അതുകൊണ്ട് ആ ഒരു കാര്യം അവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഹോശേയയുടെ പുസ്തകം 4:8 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് പാപം കൊണ്ട് ഉപജീവനം കണ്ടെത്തുന്നവർക്ക് കഷ്ടം. പാപകരമായ മാർഗത്തിലൂടെയല്ല നമ്മൾ ഉപജീവന മാർഗം കണ്ടെത്തേണ്ടത്. നാലാമത്തെ ഒരു ഗ്രൂപ്പാണ് മരിച്ചവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. ചിലർക്ക് തോന്നിയേക്കാം മരിച്ചവർക്ക് ഇനി എങ്ങനെ കൊടുക്കാൻ പറ്റുക, മരണാനന്തര കർമ്മങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം മറക്കരുത് എന്ന് ഈ ഒരു അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ തോബിത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം, തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം ഒക്കെ വായിച്ചാൽ മരിച്ചവരോടുള്ള കടമ ഈ അധ്യായങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 5-ാമത്തേതാണ് ദരിദ്രർക്ക് കൊടുക്കുക. നമ്മൾ കൊടുക്കുമ്പോൾ ഈ ദരിദ്രരെ കണ്ടെത്തി സഹായം അർഹിക്കുന്ന ദരിദ്രർക്ക് കൊടുക്കണം. പ്രഭാഷകൻ 7:32 ആ ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുക. സുഭാഷിതങ്ങൾ 21:13 കൂടി എടുക്കുകയാണെങ്കിൽ ദരിദ്രന്റെ നിലവിളി കേൾക്കാത്തവര് പിന്നീട് വിലപിക്കേണ്ടി വരും. അവരുടെ നിലവിളി കേട്ട് അവരെ സഹായിക്കണം എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 6-ാമത്തെ കാര്യമാണ് വേദനിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കണം. വേദനിക്കുന്നവരോടുകൂടെ വേദനിക്കണം, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കണം. ഇതെല്ലാം റോമാലേഖനം 12:15 നമ്മൾ കാണുന്നതാണ്. പ്രഭാഷകൻ 7-ാം അധ്യായം 29 മുതൽ മുമ്പോട്ട് വായിക്കുമ്പോഴും ഈ ഒരു ആശയം അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവസാനത്തേത് 7-ാമത്തെ കാര്യമാണ് രോഗികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. നമ്മുടെയൊക്കെ ചുറ്റുപാടും രോഗാവസ്ഥയിൽ കഴിയുന്ന പല വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. രോഗാവസ്ഥയിൽ കഴിയുന്നവരെ സന്ദർശിക്കാൻ വൈമനസ്യം കാണിക്കരുത്. അങ്ങനെ അവർക്കൊരു ആത്മീയ സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കാൻ. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ നമ്മൾ എന്ത് കൊടുത്താലും അത് കർത്താവിന് പ്രീതികരമാകാൻ ഈ നിർദ്ദേശം പാലിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.